നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കടുത്ത വെയിലിന് തെല്ലൊരാശ്വാസം നൽകിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ മഴ കൂടി പെയ്തിറങ്ങുന്നുവെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. ഇതുവരെ അലേർട്ടുകളൊന്നും തന്നെ ഇല്ലായിരുന്നുവെങ്കിൽ ഇനി മുതൽ 3 ജില്ലകൾക്ക് അലേർട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുന്നത്. ഇനിയുള്ള 5 ദിവസം നേരിയ തോതിൽ മഴ കിട്ടുമെന്ന പ്രതീക്ഷയാണ് കാലാവസ്ഥാ വകുപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ഇന്നലെ കേരളത്തിലെ പലയിടങ്ങളിലും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ കിട്ടിയിരുന്നു. ജനുവരി 15-ന് 3 ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള ഒരു സാധ്യതയാണ് ഇതിലൂടെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത 3 മണിക്കൂറിൽ പത്തനംതിട്ട, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നുണ്ട്. ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞ ഉടൻ തന്നെ സുരക്ഷിതമായി കെട്ടിടത്തിനുള്ളിലേക്ക് തന്നെ മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക, വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക, കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുക, പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഗ്രഹോപകരണമുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക, വൈദ്യുതോപകരണങ്ങളുമായിട്ടുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണം. ഇടിമിന്നൽ സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നതും ഒഴിവാക്കുക. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാതിരിക്കുക, വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യാതിരിക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ ഒരു കാരണവശാലും പുറത്തിടരുത്. വാഹനത്തിനകത്ത് സുരക്ഷിതരായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.